ജയിൽ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി യൂട്യൂബർ മണവാളന്റെ കുടുംബം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലാ ജയിൽ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബർ മണവാളന്റെ കുടുംബം. മകന്റെ മുടിയും താടിയും മീശയും വെട്ടി രൂപമാറ്റം വരുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തൃശൂർ കോടതിയിലും മുഖ്യമന്ത്രിക്കും DGPക്കും കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇത് സംബന്ധിച്ച് കുടുംബം പരാതി നൽകി. മകനെ മനഃപൂർവ്വം മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പരാതി. മകനോട് ജയിൽ അധികൃതർ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറിയെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ജയിലിന് മുന്നിൽ നിന്നും റീൽ എടുത്തതല്ല, മറിച്ച് ഭാര്യയെയും സഹോദരിയെയും ആശ്വസിപ്പിക്കാനാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും കുടുംബം വിശദീകരിച്ചു. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളന്റെ മുടി കഴിഞ്ഞ ദിവസമാണ് ജയിൽ അധികൃതർ മുറിച്ചത്. പിന്നാലെ അസ്വസ്ഥത കാണിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. വധശ്രമ കേസിൽ റിമാൻഡിലായി തൃശൂർ ജില്ലാ ജയിലിലെത്തിയ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷെഹിൻഷായുടെ മുടിയാണ് ജയിൽ ചട്ടപ്രകാരം മുറിച്ചത്. അതേസമയം ജയിലിനകത്തെ അച്ചടക്കം കാക്കാനാണ് മുടി മുറിച്ചതെന്നാണ് വിയ്യൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ഏപ്രിൽ 19-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കേരളവർമ്മ കോളേജുകയായിരുന്ന 2 കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷെഹിൻഷാ ശ്രമിക്കുകയായിരുന്നു.